വീണ്ടും ഒരിക്കൽ കൂടി ചാതുർവർണ്ണയവും സനാതനധർമ്മവുമൊക്കെ നമുക്കിടയിൽ ചർച്ചയാവുകയാണല്ലോ. വർണ്ണവിവേചനത്തിൻ്റെയും ജാതിഭ്രാന്തിൻ്റെയും രൂക്ഷമായ പീഡനങ്ങൾ അനുഭവിച്ച മനുഷ്യരായി പോലും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, അവരെ വഴി നടക്കാൻ പോലും അനുവദിക്കാത്ത അക്കാലത്തെ വർണ്ണവെറിക്കെതിരെ പോരാടി വലിയൊരു കൂട്ടം ജനതയെ അതിനൊക്കെ പ്രാപ്തരാക്കിയ മഹാത്മാക്കൾ ധന്യമാക്കിയ ഒരു നാടാണ് നമുക്കുള്ളത്. നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും പോലെയുള്ള മഹാത്മാക്കൾ തുടങ്ങിവെച്ച സാമൂഹ്യ പരിഷ്കരണത്തിന് മലയാളത്തിൻ്റെ മണ്ണിൽ അവർക്ക് ശേഷവും തുടർച്ചയുണ്ടായി എന്നതും നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തെ തിളക്കമുള്ളതാക്കി. നവോത്ഥാന നായകർ ആരുടെ എന്ത് നീതി നിഷേധത്തെയാണോ ചെറുത്തത്, അതേ നീതികേടിൻ്റെ വക്താക്കൾ തന്നെ നമ്മുടെ ആ വിപ്ലവ നായകരിൽ ചിലരെ ദൈവമാക്കി ആരാധിക്കുന്ന വിചിത്രമായ കാഴ്ചകളും നമുക്കിന്ന് കാണാം. തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്നേഹബഹുമാനങ്ങളോടെ തന്തൈ പെരിയോരെന്ന് വിളിക്കുന്ന ഇ വി രാമസ്വാമിയെ പോലെയുള്ള ആളുകൾ മറ്റു പല സ്റ്റേറ്റുകളിലും പരിവർത്തനത്തിൻ്റെ അത്തരം ജ്വാലകൾ ഉയർത്തിയെങ്കിലും നിർഭാഗ്യവശാൽ അതിൻ്റെ തുടർച്ച പിന്നീട് അധികമൊന്നും അവിടങ്ങളിൽ ഉണ്ടായില്ല. 19-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഉദിച്ചുയർന്ന അത്തരമൊരു വെള്ളി നക്ഷത്രത്തിൻ്റെ ജീവചരിത്രത്തിലൂടെയുള്ള ചെറിയൊരു പര്യടനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നമസ്കാരം. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി 1827 ഏപ്രിൽ 11 പൂനെയിലെ ഒരു ശൂദ്ര കുടുംബത്തിലാണ് ജ്യോതിബ ഫൂലെ ജനിച്ചത്. ബ്രാഹ്മണ മേധാവിത്വത്തിനും സാധാരണക്കാരായ മനുഷ്യർക്കെതിരെയുള്ള അവരുടെ ക്രൂര നിയമങ്ങൾക്കുമെതിരെ നിരന്തരമായ ചെറുത്ത് നിൽപ്പ് നടത്തിയ 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണ മതത്തിൻ്റെ വർണ്ണശ്രേണിയിലെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള, ഇപ്പോൾ ദളിതർ എന്നറിയപ്പെടുന്ന അതിശൂദ്ര വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കൃത്യമായി പറഞ്ഞാൽ മാലി ജാതിയിൽ. ദലിത് എന്നാൽ തകർന്നത് എന്നർത്ഥമുള്ള മറാത്തി പദം ആദ്യമായി അവതരിപ്പിച്ച ഇദ്ദേഹമാണെന്ന് ചരിത്രം പറയുന്നു. സത്യത്തിലും യുക്തിയിലും അധിഷ്ഠിതമായ ഒരു സമത്വ സമൂഹത്തിനായി പരിശ്രമിച്ച മഹാനായ ഒരു മനുഷ്യൻ. 1840 സാവിത്രിഭായ് എന്ന വിപ്ലവകാരിയെ ഫൂലെ വിവാഹം കഴിച്ചു. 1890 ജ്യോതിബയുടെ മരണം വരെ ഈ ദമ്പതികൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിധവ പുനർവിവാഹം, വിവാഹമോചനത്തിനുള്ള സ്ത്രീകളുടെ അവകാശം എന്നിവയെ പിന്തുണച്ചിരുന്ന ജ്യോതിബ ഫൂലെ വിധവാ പീഡനം, ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം തുടങ്ങിയ സ്ത്രീവിരുദ്ധ പാരമ്പര്യങ്ങളുടെ കടുത്ത വിമർശകനുമായിരുന്നു. 1848 ഒരു ബ്രാഹ്മണ സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ആചാരപരമായ വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന് സുഹൃത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ അപമാനിക്കുകയും ശാസിക്കുകയും ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തെ ആഴത്തിൽ ബാധിക്കുകയും അസമത്വ കേന്ദ്രീകൃതമായൊരു ജാതി വ്യവസ്ഥയിൽ അടങ്ങിയ അനീതിയെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുകയും ചെയ്തു. 1848 പൂനെയിൽ എല്ലാ ജാതിയിലും പെട്ട പെൺകുട്ടികൾക്കായി ഫൂലെ ഒരു സ്കൂൾ ആരംഭിച്ചു. ഒരു ഇന്ത്യക്കാരൻ പെൺകുട്ടികൾക്ക് മാത്രമായി ആരംഭിച്ച ആദ്യത്തെ സ്കൂളായിരുന്നത്. 1850കളിൽ നേറ്റീവ് ഫീമെയിൽ സ്കൂൾ പൂനെ പോലുള്ള നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിൽ ഫൂലെ ഒരു പ്രധാന പങ്ക് വഹിച്ചു. സാവിത്രിഭായിയും ഫൂലെയും ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്തു. ബ്രാഹ്മണ അധ്യാപകർ അവരുടെ സ്വകാര്യ ട്യൂഷനുകളിൽ സംസ്കൃത മന്ത്രങ്ങളും ശ്ലോകങ്ങളും പുരാണങ്ങളും വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ആശയങ്ങളും മറ്റും അവരുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. എന്നാൽ തൻ്റെ സ്കൂളുകളിൽ ബ്രാഹ്മണിക്കൽ പ്രബോധനങ്ങൾ ഒട്ടും തന്നെ ഇല്ലെന്ന് ഫൂലെ ഉറപ്പുവരുത്തി. ഭാഷ, വ്യാകരണം, ഗണിതം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കാർഷിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ
പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 14 വയസ്സുള്ള ദളിത് വിദ്യാർത്ഥിനി മുക്ത സാൽവെ എഴുതിയ ഒരു ഉപന്യാസത്തിലൂടെ ഫൂലെയുടെ സ്കൂളുകളിൽ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം എന്തെന്നറിയാൻ കഴിയും. വേദങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണെങ്കിൽ നമ്മുടെ പക്കൽ പുസ്തകം പോലും ഇല്ലെന്നത് പരമാർത്ഥമാണ്. ഞങ്ങൾ ഗ്രന്ഥമില്ലാത്തവരാണ്. ഞങ്ങൾ ഒരു മതവുമില്ലാത്തവരാണ്. വേദങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണെങ്കിൽ വേദങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നാം ബാധ്യസ്ഥരുമല്ല. ബ്രാഹ്മണർ അവകാശപ്പെടുന്നത് പോലെ വേദങ്ങൾ പഠിക്കുന്നത് നമ്മെ കഠിനമായ പാപങ്ങളിൽ വീഴ്ത്തുമെങ്കിൽ അവയെ പിന്തുടരുന്നത് വിഡ്ഢിതമല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. ബ്രാഹ്മണർ സംസ്കൃതവും അതിൻ്റെ സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവുകളും തങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നതിനാൽ ഭരണപരമായ ജോലികളിലും അവർ ആധിപത്യം പുലർത്തി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കുകയും അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിൽ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ബ്രാഹ്മണർക്ക് ഈ ജോലികളിൽ മേധാവിത്വം കിട്ടി. മാത്രമല്ല, അവർ മറ്റുള്ളവരെ വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ബ്രാഹ്മണരല്ലാത്തവരിൽ നിന്ന് മത്സരം നേരിടാതിരിക്കാൻ സ്കൂളുകൾ തുറക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ജ്യോതിബ ഫൂലെ പഠിച്ചിരുന്ന സ്കൂളിൽ ശൂദ്രക്കുട്ടി പഠിക്കുന്നു എന്ന പരാതിയുമായി ഒരു ബ്രാഹ്മണ ഗുമസ്തൻ വന്നപ്പോൾ ഫൂലെയെ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അധികൃതർ. പിന്നീട് സ്കോട്ടിഷ് മിഷണറി സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ ശൂദ്ര, അതിശൂദ്ര ആൺകുട്ടികളെ മാത്രമല്ല അവരുടെ പെൺകുട്ടികളെയും തൻ്റെ സ്കൂളിൽ ചേർത്ത ഫൂലെയുടെ നടപടി എത്രമാത്രം തീക്ഷ്ണമായിരുന്നെന്ന് നമുക്കറിയാൻ പറ്റും. ബ്രാഹ്മണരുടെ വിദ്യാഭ്യാസത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ബ്രാഹ്മണ സാമൂഹിക ക്രമത്തിന് എതിരായതുകൊണ്ട് മാത്രം ഫൂലെയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. സമ്മർദ്ദം മൂലം ഫൂലെയുടെ പിതാവ് തന്നെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതനായി. 1863 പൂനെയിലൊരു സംഭവമുണ്ടായി. കാശിബായി എന്ന ബ്രാഹ്മണ വിധവ ഗർഭിണിയായി. ഗർഭഛിദ്രത്തിനുള്ള അവളുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം കൊന്ന് കിണറ്റിലിട്ടെങ്കിലും യുവതിയുടെ പ്രവൃത്തി പുറത്തായി. അതിലവൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഈ സംഭവം ഫൂലെയെ വല്ലാതെ അസ്വസ്ഥനാക്കി. അതിനാൽ തൻ്റെ ദീർഘകാല സുഹൃത്തായ സദാശിവ് ബെല്ലാൽ ഗോവിന്ദെ, സാവിത്രിഭായി എന്നിവരോടൊപ്പം അദ്ദേഹം ശിശുഹത്യ പ്രതിരോധ കേന്ദ്രം ആരംഭിച്ചു. ആ കേന്ദ്രത്തിൻ്റെ പരസ്യത്തിനായി പ്രിയപ്പെട്ട വിധവകളെ, ഇവിടെ വന്ന് നിങ്ങളുടെ കുഞ്ഞിനെ സുരക്ഷിതമായും രഹസ്യമായും പ്രസവിക്കുക എന്ന ആഹ്വാനവുമായുള്ള ലഘുലേഖകൾ പൂനെയ്ക്ക് ചുറ്റും വിതറി. കുഞ്ഞിനെ ഇവിടെ നിർത്തണോ അതോ നിങ്ങളോടൊപ്പം കൊണ്ടുപോകണോ എന്നത് നിങ്ങളുടെ വിവേചനാധികാരത്തിലാണ്. ഈ അനാഥാലയം കുട്ടികളെ പരിപാലിക്കും. 1880കളുടെ പകുതി വരെ ഫൂലെ ദമ്പതികൾ ശിശുഹത്യ പ്രതിരോധ കേന്ദ്രം നടത്തിയിരുന്നു. ബ്രാഹ്മണരുടെ മതത്തെയും അവരുടെ കുതന്ത്രങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു സംഘടന തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. അങ്ങനെ 1873 സെപ്റ്റംബർ 24 പശ്ചിമ ഇന്ത്യയിൽ ബ്രാഹ്മണേതര പ്രസ്ഥാനങ്ങളുടെ ജ്വാല ആളിക്കത്തിച്ചുകൊണ്ട് സത്യശോധക് സമാജ് എന്ന സംഘടന ജന്മം കൊണ്ടു. സത്യശോധക് സമാജത്തിൻ്റെ പ്രധാന സംരംഭങ്ങളിലൊന്ന് സത്യശോധക് വിവാഹമായിരുന്നു. ബ്രാഹ്മണ പുരോഹിതനും ബ്രാഹ്മണ ആചാരങ്ങളും ഇല്ലാതെയാണ് ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത്. ബ്രാഹ്മണ പുരോഹിതന്മാർ നയിക്കുന്ന വിവാഹങ്ങളിൽ പുരോഹിതൻ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അതിഥികൾ ദമ്പതികൾക്ക് അരിമണികൾ എറിഞ്ഞ് അനുഗ്രഹിക്കും. പരമ്പരാഗതമായ രീതികളെ മാറ്റിസ്ഥാപിക്കുന്നതിനായി ഫൂലെ ബദൽ വാചകങ്ങൾ എഴുതുകയും അവയെ സമത്വത്തിൽ അധിഷ്ഠിതമായ ഉള്ളടക്കത്തോടെയുള്ള ഗീതങ്ങളാക്കി നൽകുകയും ചെയ്തു. ഈ ഗീതങ്ങൾ വധൂവരന്മാർ സ്വയം പാടേണ്ടതാണ്. അത് സ്ത്രീകളുടെ അടിച്ചമർത്തലിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കാനും വരനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതും കൂടിയായിരുന്നു. സത്യശോധക വിവാഹങ്ങൾ പൊതുവെ ബ്രാഹ്മണ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രദർശനവും ആഡംബരവും ഒഴിവാക്കി.
1873 ഡിസംബർ 25 സീതാറാം ജബാജി അൽ ഹട്ടും രാധാ നിംബങ്കറും തമ്മിലായിരുന്നു ആദ്യത്തെ സത്യശോധക വിവാഹം. സാവിത്രിഭായിയാണ് ഈ വിവാഹ ചെലവ് ഏറ്റെടുത്തത്. എണ്ണം കുറവാണെങ്കിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും സത്യശോധക വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ബ്രാഹ്മണ പുരോഹിതരെ അനുവദിക്കാത്തതിനാൽ ബ്രാഹ്മണരുടെ പവിത്രതയെന്ന സങ്കല്പം ഇല്ലാതാക്കാനും അവരുടെ മതപരമായ അഹന്തയെയും അധികാരത്തെയും ദുർബലപ്പെടുത്താനും ഒരു പരിധിവരെ അവർക്ക് കഴിയും. ജനനം, വിവാഹം, മരണം, വിവിധ പൂജകൾ തുടങ്ങിയ ബ്രാഹ്മണേതര ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാണ് ഉളവാക്കുന്നതെന്ന് ബ്രാഹ്മണർ മനസ്സിലാക്കിയിരിക്കണം. സത്യശോധക വിവാഹങ്ങൾ ബ്രാഹ്മണരെ വല്ലാതെ ചൊടിപ്പിച്ചു. അതുകൊണ്ടാണ് വിവാഹങ്ങളിൽ ബ്രാഹ്മണ പുരോഹിതരെ നിയമിക്കാത്തതിനെതിരെ നിരവധി കോടതി വ്യവഹാരങ്ങളുണ്ടായത്. ഈ പ്രവൃത്തി ബ്രാഹ്മണരുടെ വരുമാനം കുറച്ചു. തമിഴ്നാട്ടിൽ തന്തൈ പെരിയോറിൻ്റെ സുയമര്യാദൈ എന്ന ആത്മാഭിമാന വിവാഹത്തിൻ്റെ മുന്നോടിയായാണ് സത്യശോധക വിവാഹങ്ങളെ കണക്കാക്കുന്നത്. പങ്കാളികൾ തമ്മിലുള്ള സ്നേഹം, ബഹുമാനം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമായ വിവാഹം ജാതി പോലുള്ള വിഭാഗീയ സ്വത്വങ്ങളിൽ സ്വയം ബന്ധിക്കാത്തതും ബ്രാഹ്മണ പാരമ്പര്യങ്ങളെയും ബ്രാഹ്മണരുടെ മതാധികാരത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതുമായ വിവാഹങ്ങൾ സത്യശോധക വിവാഹങ്ങൾക്കും ആത്മാഭിമാന അല്ലെങ്കിൽ സ്വയമര്യാദ വിവാഹങ്ങൾക്കും പൊതുവായുള്ള പ്രത്യേകതകളാണ്. ശൂദ്രർ, അതിശൂദ്രർ, സ്ത്രീകൾ എന്നിവരെ അടിച്ചമർത്തുന്നതിനെതിരെ വികാരാധീനനായിട്ടാണ് ഫൂലെ സംസാരിച്ചിരുന്നത്. വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചിട്ടും ജ്യോതിബയ്ക്കും സാവിത്രിഭായിക്കും കുട്ടികളുണ്ടായില്ല. അതിനാൽ ജ്യോതിബ ഫൂലെയുടെ ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും രണ്ടാം വിവാഹം കഴിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. കുറവ് സ്ത്രീയുടേതല്ല, പുരുഷൻ്റേതാണെങ്കിൽ ഈ സമൂഹം സ്ത്രീയെ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. പുരുഷന്മാർ പതിവായി ദ്വിഭാര്യത്വത്തിലും ബഹുഭാര്യത്വത്തിലും ഏർപ്പെടുന്നു. എന്നാൽ സ്ത്രീകൾ മറ്റു പുരുഷന്മാരെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പുരുഷന്മാർ എങ്ങനെ പ്രതികരിക്കും? ഇതായിരുന്നു ഫൂലെ പറഞ്ഞ ന്യായം. 1873 അവരുടെ ശിശുഹത്യ പ്രതിരോധ കേന്ദ്രത്തിൽ പ്രസവത്തിനായി വന്ന ഒരു ബ്രാഹ്മണ വിധവയുടെ മകനെ ഫൂലെ ദമ്പതികൾ ദത്തെടുത്തു. അവർ അവന് യശ്വന്ത് എന്ന് പേരിട്ടു. ഒരു യുഗനിർമ്മാതാവായിരുന്നു ഫൂലെ. അദ്ദേഹത്തിൻ്റെ സമകാലികർ പ്രബലമായ സാംസ്കാരിക ചട്ടക്കൂടിനുള്ളിൽ ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അതേസമയം ഫൂലെ ആ സാംസ്കാരിക ചട്ടക്കൂടിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം സത്യം, യുക്തി, സമത്വം എന്നീ തത്വങ്ങളിൽ അടിയുറച്ചിരുന്നതിനാൽ ശൂദ്രർ, അതിശൂദ്രർ, സ്ത്രീകൾ എന്നിവരുടെ മേലുള്ള ബ്രാഹ്മണിസത്തിൻ്റെ അടിച്ചമർത്തലിനെ ചോദ്യം ചെയ്യാൻ അത് സ്വാഭാവികമായും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. സ്ത്രീ വിമോചനത്തിൻ്റെ വിഷയത്തിൽ ഒരു സ്ത്രീയുടെ ബഹുമാനം അർഹിക്കുന്ന ചരിത്രത്തിലെ ചുരുക്കം ചില സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ഫൂലെ. ബ്രാഹ്മണ്യത്തിൻ്റെ അടിമച്ചങ്ങലകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ ഫൂലെ തൻ്റെ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.